24-25 അസസ്മെന്റ് ഇയറിലെ നിങ്ങളുടെ ഇൻകം ഓൾഡ് റെജീമിലോ ന്യൂ റെജീമിലോ എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന വിശദമായ ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനായി നിങ്ങളുടെ ഗൂഗിളിൽ ഇൻകം ടാക്സ് ലോഗിൻ അടിച്ചു കൊടുത്ത് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഈ ഫയൽ ഹോം പേജിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ യൂസർ ഐ ഡി ആയി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പാൻ നമ്പർ അടിച്ചു കഴിയുമ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെയുള്ള സമചതുരത്തിൽ ക്ലിക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് ചെയ്ത് താഴെ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമേ ഇവിടെ പാസ്വേഡ് നേരത്തെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്പണായി വരുന്നു. ഫയൽ നൗ കൊടുക്കുന്നു. ഇതിനു മുൻപായി നിങ്ങളുടെ പാൻ കാർഡിൽ എവിടെ നിന്നെല്ലാം സാമ്പത്തിക സ്രോതസ്സുകൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് അതിലെവിടെ നിന്നെല്ലാം നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾക്ക് വരുമാനമുണ്ടായെന്ന് കാണാൻ പറ്റും. അത് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷമേ നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ കൃത്യമാവുകയുള്ളൂ. അതിന് നിങ്ങളിങ്ങനെ വരുന്നതിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കോപ്പി ഒരെണ്ണം PDF ഡൗൺലോഡ് ചെയ്യുക. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് AIS PDF ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതും ഇവിടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗൺലോഡ് ഫോൾഡറിൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് തുറന്ന് വിശദമായി നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ AIS തുറന്നു കിട്ടണമെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ സ്മോൾ ലെറ്റർ ആയി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. 1/1/2025 എന്നാണെങ്കിൽ 1/1/2025 അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ട് ലോക്ക് അൺലോക്ക് ചെയ്യുക. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഫയൽ ചെയ്യുക. ഇനി നിങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങളുടെ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 24-25 കറണ്ട് അസസ്മെന്റ് ഇയർ കാണും. ഇവിടെ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ന്യൂ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവിടെ വേറെ ഡ്രാഫ്റ്റ് കിടക്കും. അതുകൊണ്ടാണ് ഡ്രാഫ്റ്റ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റാർട്ട് ന്യൂ ഫയലിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇവിടെ ഇൻഡിവിജ്വൽ ക്ലിക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അങ്ങനെ കാണും. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ITR ഫോമിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ്. ഇവിടെ ITR 1 ആണ് നിങ്ങൾക്ക് വേണ്ടത്. ITR 1 ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് വിത്ത് ITR 1 ചെയ്യുക. ഇപ്പോൾ ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് വരും. ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ആർ യു ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺസ് വരുന്നുണ്ട്. നമുക്ക് ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് ആയതുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുകയാണ്. പ്രീ ഫയൽഡ് റിട്ടേൺ നിങ്ങളുടെ DDO ചെയ്തിരിക്കുന്നത് പ്രീ ഫയൽഡ് റിട്ടേൺ വാലിഡേറ്റ് ചെയ്ത് പോവുകയാണ്. പേഴ്സണൽ ഇൻഫർമേഷനിലാണ് ആദ്യം വാലിഡേറ്റ് ചെയ്യേണ്ടത്. അതെടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ കൺഫേം ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തതായി പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ കൺഫേംഡ് ആയി കിട്ടിയിട്ടുണ്ട്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാലറി എക്സംഷൻ എന്ന് വന്നു. ഇതിലേതെങ്കിലും എക്സംഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. യെസ് കൊടുക്കുമ്പോൾ എത്രയാണെന്ന് കൃത്യമായി ചോദിക്കും. അത് കൃത്യമായി കൊടുക്കുക. ആർ യു എലിജിബിൾ ടു ക്ലെയിം എനി അതർ എക്സംഷൻ ഫ്രം സാലറി ഇൻകത്തിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ നോ കൊടുക്കുക, ഉണ്ടെങ്കിൽ യെസ് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഏതിലാണ് എക്സംഷൻ കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതാണ്. എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം
നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങൾ ടോട്ടൽ ഇൻകം എല്ലാം കണ്ടു. നിങ്ങൾക്ക് നേരത്തെ പ്രീഫയൽ ചെയ്ത ഇൻകമാണ് ടോട്ടലായിട്ട് ഇവിടെ വരുന്നത്. ഇനി ശേഷം നിങ്ങൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൗസിംഗ് ലോണിൽ പലിശ എത്ര കൊടുത്തെന്നുള്ളത് അവിടെ കൊടുക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്നതാണ്. സെൽഫ് ഓക്യുപ്പൈഡ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ബോറോഡ് ക്യാപിറ്റൽ എത്രയാണോ നിങ്ങൾക്ക് പലിശയുള്ളത് അത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. ഇത് നമ്മൾക്ക് ഓൾഡ് റെജീമിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓൾഡ് റെജീമിൽ എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്നാണ്. ഇതിന് ശേഷം എങ്ങനെയാണ് ന്യൂ റെജീമിൽ ഫയൽ ചെയ്യുന്നതെന്നും ഇവിടെ വിവരിക്കുന്നുണ്ട്. ന്യൂ റെജീമിൽ ഫയൽ ചെയ്യേണ്ടവർ ന്യൂ റെജീമിൽ ചെയ്യുക. നിങ്ങൾക്ക് രണ്ടും താരതമ്യം ചെയ്ത് നോക്കാം ഏതിലാണ് എനിക്ക് കൂടുതൽ വരുന്നതെന്ന്. ആദ്യം ഓൾഡ് റെജീമിൽ ചെയ്ത് നോക്കുക, പിന്നെ അതുപോലെ തന്നെ പുറകോട്ട് വന്ന് നിങ്ങൾ ന്യൂ റെജീമിൽ ചെയ്ത് നോക്കാം. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. വെരിഫൈ യുവർ ഡിഡക്ഷൻസ്. 80 സിയിൽ 1,50,000 കൊടുത്തിട്ടുണ്ട് എനിക്ക്. അത് 80 സിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ 80 ഡിയിൽ താഴെ കൊടുത്തിരിക്കുന്ന 80 ഡി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് തുക, ഹെൽത്ത് ഇൻഷുറൻസ് അത് നിങ്ങൾക്ക് കൊടുക്കാം. ഇതെല്ലാം ഓൾഡ് റെജീമിൽ മാത്രമേ നമുക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെ വന്നപ്പോൾ നിങ്ങളിവിടെ കണ്ടു 1,71,731 രൂപ റിഡക്ഷനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ നിന്നും. ഇത് ശരിയാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവുക. ഇനി അടുത്ത ടാബാണ്. നിങ്ങൾ 5-6 ടാബിൽ 3 തീർന്നത്. പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഡിഡക്ഷൻ എന്നിവ കണ്ടു കഴിഞ്ഞു. ഇനി ടാക്സ് പെയ്ഡ് എത്രയാണ് നമ്മൾ ഈ വർഷം ടാക്സ് ഓൾറെഡി പെയ്ഡ് ചെയ്തിട്ടുള്ളതെന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. എനിക്കിവിടെ 52,001 രൂപയാണ് ചെയ്തത്. അത് ശരിയാണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ടാബ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ 4 ടാബുകൾ കഴിഞ്ഞു. ലാസ്റ്റ് അവസാനത്തെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. എനിക്ക് 73,450 രൂപ കൊടുക്കാനുണ്ട്. ഞാൻ 52,000 കൊടുത്തിട്ടുള്ളൂ. അത് ഓൾഡ് റെജീമിലായതുകൊണ്ടാണ് അത്രയും വന്നത്. ന്യൂ റെജീമിലാകുമ്പോൾ എനിക്കതിന് അത്രയും വരില്ല. അപ്പം അത് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് ക്ലിക്ക് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാം. ഇനി അത് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് ന്യൂ റെജീമിലാണ് കൊടുക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ നേരെ തിരിച്ച് പുറകോട്ട് വന്നു. ബാക്ക് അടിച്ച് പുറകോട്ട് വന്നു. പേഴ്സണൽ ഇൻഫർമേഷനിൽ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. അത്രയും കാശ് എനിക്ക് ടാക്സ് കൊടുക്കാനില്ല. അപ്പം ഞാൻ നോ എന്നതിൽ കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ ടാബിൽ പേഴ്സണൽ ഇൻഫർമേഷനിൽ നോ എന്ന് ചെയ്ത് കൊടുത്തിട്ട് ന്യൂ റെജീമിലോട്ട് വരികയാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതുവരെ നമ്മൾ ഓൾഡ് റെജീമിൽ എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു. ഇനി ന്യൂ റെജീമിലോട്ട് വന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ടാബുകളും നിങ്ങൾ പൂർത്തീകരിക്കണം. വാലിഡേറ്റ് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇവിടെ സാലറി എക്സംഷൻ വന്നു. എല്ലാം നോ കൊടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് ടോട്ടൽ ഡിഡക്ഷൻസ് വന്നു. ഇനി നമ്മൾ എത്ര ടാക്സ് പെയ്ഡ് എന്നുള്ളത് കാണാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ 52,001 രൂപയാണ് ടാക്സ് പെയ്ഡ് ചെയ്തിട്ടുള്ളത്. അത് ശരിയാണെങ്കിൽ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ടേബിൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയാണ്. അത് 55,912 ഉണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ന്യൂ റെജീമിൽ എനിക്ക് ഒത്തിരി ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ന്യൂ റെജീമാണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്കും അത് ഏതാണ് നല്ലതെന്ന് നോക്കി നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പം ഇവിടെ 55,912 രൂപ എനിക്ക് കൊടുക്കണം. അത് കൃത്യമാണെങ്കിൽ ഞാൻ കൺഫേം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതും വാലിഡേറ്റ് നമ്മൾ ചെയ്തു. താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാം നമ്മളെല്ലാ പേഴ്സണൽ ഇൻഫർമേഷൻ, ഗ്രോസ് ടോട്ടലും, ടോട്ടൽ ഡിഡക്ഷൻസും, ടാക്സ് പെയ്ഡും, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എല്ലാം കൃത്യമാണെന്ന് കണ്ടു. 52,001 രൂപയാണ് ഞാൻ ടാക്സ് ചെയ്തത്. 55 വന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. ഇതിൽ താല്പര്യമാണെങ്കിൽ ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ 3,910 രൂപ എനിക്ക് കൂടുതലായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ഇനി ഇതെങ്ങനെ അടയ്ക്കുമെന്നാണ് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ അടയ്ക്കുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ പേ നൗ കൊടുക്കുന്നു.
ഇങ്ങനെ ഒരു ടാബ് വരും. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ പേയ്മെന്റ് ഓപ്ഷനിലോട്ട് നമ്മൾ പോയിരിക്കുകയാണ്. ഇവിടെ 2024-25 അസസ്മെന്റ് വന്നു. സെൽഫ് അസസ്മെന്റ് ടാക്സ് ആണ് 300. ആ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. മേജർ ഹെഡ് ഇൻകം ടാക്സിന്റെ ഹെഡിലോട്ട് പോയിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഇയർ ഇവിടെ തന്നിട്ടുണ്ട്. 24-25, 23-24 ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്. അതിനെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. ന്യൂ പേയ്മെന്റ് എന്ന് പറഞ്ഞ പാൻ നമ്പർ കാണാം. നിങ്ങൾക്ക് എത്രയാണ് പേയ്മെന്റ് ഉള്ളത്. 3760 അതിന്റെ സെസ്സും കൂടി കൂട്ടിയാണ് 3910 വരുന്നത്. സെസ് 150 രൂപ വന്നു. പിന്നെ 3910 വന്നു. ഇനി നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വന്നു. ഈ പേജിൽ സെലക്ട് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മൾ നെറ്റ് ബാങ്ക് എടുക്കാം, ഡെബിറ്റ് കാർഡ് എടുക്കാം, പേ അറ്റ് ബാങ്ക് കൗണ്ടർ ചെയ്യാം, RTGS ചെയ്യാം, UPI കൊടുക്കാം. ഏതാണോ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത് മുന്നോട്ട് പോകാം. ഞാനിവിടെ നെറ്റ് ബാങ്കിങ് കൊടുക്കുന്നു. എൻ്റെ ബാങ്ക് SBI ആയതുകൊണ്ട് SBIയിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഏതാണോ ബാങ്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിലോട്ട് മുന്നോട്ട് പോകാം. ആഡ് പേയ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. 2023-24 ഫൈനാൻഷ്യൽ ഇയർ ആണ്. അസസ്മെന്റ് ഇയറും വന്നു. എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടതെന്ന് വന്നിട്ടുണ്ട്. 3910 അതിൽ പേ നൗ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ നിങ്ങളതിൻ്റെ താഴെ ഒരു I agree ചെയ്യുന്നുണ്ട് ഒരു ബട്ടൺ. അതായത് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ബാങ്ക് എന്ന് പറയും. ബാങ്കിലോട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇത്രയും തുക ഇൻകം ടാക്സിലോട്ട്. ഇപ്പോൾ ഈ പേജിൽ നമ്മുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ യൂസർ IDയും പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഇത് ഓരോരുത്തർക്കും പ്രൈവസി ഉള്ളത് കാരണം ഞാനത് കൊടുത്ത് കാണിക്കുന്നില്ല. കൊടുത്ത് ഞാൻ കയറി കഴിയുമ്പോൾ വരുന്ന ടാബാണ് ഇങ്ങനെ. SBIയുടെ ഒരു വിൻഡോയാണ്. എത്രയാണ് കൊടുക്കേണ്ടത്? 3910 അവിടെ കിടപ്പുണ്ട്. ഏത് പാൻ നമ്പറിലാണ് അടയ്ക്കേണ്ടതുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ദിവസവും സമയവും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. ബാങ്കിൻ്റെ ഇന്റർനെറ്റ് ബാങ്കിൻ്റെ ആ OTP കൊടുത്ത് നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കുക. ഇവിടെ ഞാൻ കൊടുത്തു. യുവർ പേയ്മെൻറ്റ് വാസ് സക്സസ്ഫുൾ വന്നു. ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ചലാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പാൻ നമ്പറിൽ വന്നിട്ടുണ്ടാകും. അത് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഒരു കോപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ടു റിട്ടേൺ ഫയലിംഗ്. ഇനി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന പേജിലോട്ട് തന്നെ പോവുക. അപ്പോൾ അവിടെ ബാലൻസ് നമുക്ക് കാണില്ല. ഇതുവരെ നമുക്ക് അവിടെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു 3910 രൂപ. ഇപ്പോൾ ഇവിടെ കണ്ടോ എമൗണ്ട് പേയബിൾ 0 ആണ് കിടക്കുന്നത്. ടോട്ടൽ ടാക്സ് പെയ്ഡ് 55,911 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടിക്ക് മാർക്ക് ചെയ്ത് ആ ചതുരത്തിൽ ടിക്ക് മാർക്ക് ചെയ്ത് നിങ്ങൾ പ്രൊസീഡ് ടു പ്രിവ്യൂ ഒന്നുകൂടെ കൊടുക്കുക. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് റിട്ടേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഡൗൺലോഡ് എടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ടോട്ടൽ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫയൽ ചെയ്തിരിക്കുന്നതിന് മുഴുവൻ ഡീറ്റെയിൽസ് ആണ്. എല്ലാ ഡീറ്റെയിൽസ് ഇതുണ്ട്. താഴെയെല്ലാം ഒന്ന് വിവരിച്ച് നോക്കി വായിച്ച് നോക്കുക. വായിച്ച് നോക്കി ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കുക. നിങ്ങൾ 3 ടാബുകൾ കഴിഞ്ഞു. പ്രൊസീഡ് ടു വാലിഡേഷൻ സക്സസ്ഫുൾ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ITR 1. നിങ്ങൾ പ്രൊസീഡ് ടു വേരിഫിക്കേഷനിലോട്ട് പോവുകയാണ്. ഏറ്റവും അവസാനത്തെ ടാബിലോട്ട് പോവുകയാണ്. കംപ്ലീറ്റ് യുവർ വേരിഫിക്കേഷൻ. ഇവിടെ നമ്മൾ വാലിഡേറ്റ് റിട്ടേൺ, പേയ്മെന്റ് ഓഫ് ടാക്സസ്, വെരിഫൈ ആൻഡ് ടാക്സസ്. ഇവിടെ നിങ്ങൾ വായിക്കുക. വെരിഫൈ നൗ, വെരിഫൈ ലേറ്റർ ചെയ്യാം, ITR B വരെ എഴുതാം. ഞാനിവിടെ വെരിഫൈ നൗ ഇപ്പോൾ തന്നെ ചെയ്യുകയാണ്. അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ. അതാണ് ഞാൻ കൊടുക്കുന്നത്. ആധാറിൽ രജിസ്റ്റേർഡ് ചെയ്ത മൊബൈൽ നമ്പർ നമുക്ക് OTP കിട്ടും. ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇവിടെയുള്ള സമയത്തിൽ എഗ്രി ചെയ്യുക. ചിലപ്പോൾ എനിക്ക് അത് കിട്ടാൻ സാധ്യതയില്ല, ഞാൻ പേയ്മെന്റ് അടച്ചുകൊണ്ട്. കണ്ടോ ഇവിടെ എറർ കാണിക്കുന്നു. ഐ എഗ്രി ടു വാലിഡേറ്റ് മൈ ആധാർ ഡീറ്റെയിൽസ്. ആധാർ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യണ ആവശ്യപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിലെ നമ്പറിൽ നമുക്ക് EVC ജനറേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ അത് കണ്ട് വെരിഫൈ ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ കൂടെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു. EVC നമുക്ക് മൊബൈൽ കിട്ടി എൻ്റർ ചെയ്ത് ഞാൻ സബ്മിറ്റ് ചെയ്തു. കൺഫേം സബ്മിഷൻ റിട്ടേൺ ചെയ്തു. ഇനി അത് സബ്മിറ്റ് ചെയ്യുവാണ്. സമ്മറി നമ്മുടെ കൺഫേം സബ്മിഷൻ റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അവസാനമായി. യു ഹാവ് സക്സസ്ഫുള്ളി ഫയൽഡ് ആൻഡ് വെരിഫൈഡ് യുവർ റിട്ടേൺ. നമ്മൾ ഈ ഫയൽ ചെയ്ത് കഴിഞ്ഞു, മുഴുവനും വെരിഫൈയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സൈൻ ഔട്ട് ചെയ്ത് പുറത്ത് പോകാം. ഗോ ടു ഡാഷ്ബോർഡ് കൊടുത്ത് നിങ്ങൾ സൈൻ ഔട്ട് ചെയ്ത് പുറത്ത് പോവുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് ആയിട്ട് ഇടാൻ, ഉടനെ തന്നെ നമുക്ക് മറുപടി കിട്ടുന്നതായിരിക്കും. താങ്ക് യു.